അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കച്ചവട ബിസിനസ് മേഖലകളിലെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈമാനുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലർക്കും പല ആവശ്യങ്ങളുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഈമാനുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അല്ലാഹുവേ, മരിക്കുന്ന സമയം നന്നായി കിടക്കണം, മരിക്കുന്ന സമയം ആക്കിബത്ത് നന്നാകണം, എന്റെ റൂഹ് പിടിക്കുമ്പോ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഇതാണ് ഈമാനുള്ളൊരു മനുഷ്യന്റേതായ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അത് നമ്മളെല്ലാവരും ചിന്തിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണോ ഇന്ന് ഉസ്താദിന് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഈ വിഷയമാണോ പറയുന്നത് എന്നാ ഞങ്ങൾക്ക് കേൾക്കണ്ട. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഈ വിഷയം നിങ്ങൾക്ക് കേൾക്കാൻ തോന്നാത്തതിന്റെ കാരണം എന്താ? അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ നൽകിയിട്ടുള്ള ഓരോരുത്തരും, ഈമാൻ ഹൃദയത്തിൽ തുടിക്കുന്ന ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ആക്കിബത്ത് നന്നായി കിട്ടുക എന്നുള്ളതാണ്. നിസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, സ്വതക്കയുണ്ട്, സകാത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവസാന നിമിഷം എങ്ങനെയാണ് എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. അവസാനം എങ്ങനെയാണ്, അന്ത്യം എങ്ങനെയാണ്? സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹു പ്രബോധനത്തിന് വേണ്ടിയിട്ട് കടന്നു പോകുന്ന സമയം, അവര് തമ്പടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന സമയത്ത് തൊട്ടടുത്തതായ ഒരു വീടുണ്ടായിരുന്നു, ഒരു നസ്രാനിയുടെ വീട്. അവിടെ ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു. സഹാബാക്കളിൽപ്പെട്ട ഒരു സ്വഹാബിക്ക് ആ പെണ്ണിനെ കണ്ടപ്പോ വല്ലാത്ത ആഗ്രഹം തോന്നി, അഭിലാഷം തോന്നി. ആ പെണ്ണിനോട് വല്ലാത്ത സ്നേഹം തോന്നി. അവളുമായി ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചു. നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സഹാബത്ത് ചെന്നുകൊണ്ട് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് നസ്രാനി പെണ്ണിനോട് പറയുമ്പോ, ആ പെണ്ണെവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ, എന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഞാൻ അതാ ഒരു നിബന്ധന വെക്കുകയാണ്. ഒരിക്കലും നിങ്ങളുടെ മതത്തിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല, നിങ്ങളുടെ മതങ്ങളിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ മതത്തിലേക്ക് വന്നാൽ എന്നെ വിവാഹം കഴിക്കാം. മുസ്ലിം ആകുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞില്ല, മുസ്ലിം ആവൂല, മുസ്ലിം ആകാൻ കഴിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന, നിങ്ങൾ നമ്മുടെ മതത്തിലോട്ട് വാ, അപ്പൊ നമുക്ക് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കും. അങ്ങനെ ആ സഹാബത്ത് അവിടുന്ന് കടന്നു പോവുകയാണ്. അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് പ്രബോധനത്തിലേക്ക് കടന്നു വന്ന സഹാബത്തിന്റെ ഹൃദയത്തിൽ പോലും അതാ ഇബ്ലീസ് പിടിച്ചുകൊണ്ടതാ വഴിപിഴപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. അല്ലാഹുവേ, രാത്രി മുഴുവനും കിടന്നാലോചിച്ചു. അവിടുന്ന് റബ്ബേ പാതിരാത്രിയിൽ മുഴുവനും കിടന്നുകൊണ്ട് ആലോചിക്കുകയാണ്. എന്നിട്ട് രാവിലെ ആയ സമയത്ത് ആ പെണ്ണിന്റെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പറയുന്ന, പെണ്ണേ, അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേട്ടുകൊണ്ട് പ്രബോധനത്തിന് വേണ്ടി വന്ന സഹാബിയാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ പിഴച്ചു പോകുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഈമാൻ പിഴച്ചു പോകുമെടാ ചെറുപ്പക്കാരാ. ഹിദായത്തിന് വേണ്ടി ദുആ ചെയ്യണേ പൊന്നുമോര്. ആ സഹാബത്ത് ഇവിടുന്ന് കൊണ്ട് പറഞ്ഞത് എന്തെന്നറിയോ? പെണ്ണേ,
നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ വല്ലാത്ത ഭൂതിയാണ്, നിന്നെ എനിക്ക് വിവാഹം കഴിച്ചേ മതിയാകൂ, അതിന് എന്തിനു വേണ്ടി ഞാനും തയ്യാറാണ്, എന്തിനു വേണ്ടിയിട്ടും ഞാൻ തയ്യാറാണ്. അല്ലാഹുവേ, അവിടുന്ന് ക്രിസ്ത്യാനിയായ പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവേ സഹാബത്ത് മുഴുവനും അവിടുന്ന് തിരിച്ചു പോവുകയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടത് വഴി കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവേ ആ ക്രിസ്ത്യാനിയായ നസ്രാനിയായ പെണ്ണിനെ വിവാഹം കഴിച്ച സ്വഹാബത്തിനോട് അവിടുന്ന് മറ്റുള്ള സഹാബാക്കൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ മനപ്പാഠമാക്കിയ സ്വഹാബിയായിരുന്നല്ലോ, നിങ്ങൾ ഖുർആൻ മനപ്പാഠമാക്കിയ സ്വഹാബിയായിരുന്നല്ലോ, പെണ്ണ് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മതം മാറിയിട്ട് ക്രിസ്ത്യാനിയായില്ലേ, നിങ്ങൾ മജൂസിയായില്ലേ, എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കത്തളങ്ങൾ അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് വല്ല ബാക്കിയുമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് വല്ലതും ബാക്കിയിരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് ആ സഹാബാക്കളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഓ സഹാബാ, എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഖുർആൻ മുഴുവനും മാഞ്ഞുപോയി. എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഖുർആൻ മുഴുവനും മാഞ്ഞുപോയി. എനിക്കൊരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ, ഒരൊറ്റരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ കുറിച്ച് നീ സൂക്ഷിച്ചോ എന്നുള്ള ആയത്തല്ലാതെ വേറൊരായത്ത് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തന്ന ഹിദായത്തുണ്ടല്ലോ, ഈമാനുണ്ടല്ലോ, അത് ഏത് സമയത്ത് വേണമെങ്കിലും അത് പിഴച്ചു പോകുന്നതാണ്, നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ഈമാനുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ, അല്ലാഹ് ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, 5 നേരം നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പോലും സൂറത്തുൽ ഫാത്തിഹ ഫർളാണല്ലോ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, ചൊവ്വായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ, ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ. അല്ലാഹ് ഞങ്ങൾക്ക് ഹിദായത്ത് താ അല്ലാ. ഇതാണ് ഖുർആനിൽ അല്ലാഹുവിന്റെ സൂറത്തുൽ ഫാത്തിഹയിൽ പോലും പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹിദായത്ത് എന്ന് പറയുന്നത് ഏത് നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാം, നമ്മുടെ കയ്യിൽ നിന്നത് തെന്നി മാറി പോകാം. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിച്ചെന്നിരുന്ന അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക യാ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനോട് പോലും പറഞ്ഞത്, സഹാബാ നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണേ സഹാബാ, അല്ലാഹുവിനോട് നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണേ സഹാബാ. നമ്മുടെ ഹൃദയത്തിൻ്റെതായ ചാഞ്ചാട്ടമുണ്ടല്ലോ, ആ ചാഞ്ചാട്ടം ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഈമാൻ തെറ്റാതിരിക്കാൻ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ സഹാബാ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും ഈമാനുള്ളവർ മനസ്സിലാക്കിയത്, അവരാഗ്രഹിച്ചിരുന്നത് അല്ലാഹ് എന്റെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, എന്റെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹുവേ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സൂഫി വര്യനായ മഹാനായ ശൈഖുന അത്തിപ്പറ്റി ഉസ്താദ് ഉണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അവിടുത്തെ കാണാൻ വേണ്ടി ജനസാഗരങ്ങൾ മുഴുവനും കടന്നു വരുമ്പോ അത്തിപ്പറ്റ ഉസ്താദിന്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അവിടുന്ന് അല്ലാഹുവേ, അവിടുന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത്
സമയത്ത് എന്താ പറയുന്നത്? സാധാരണക്കാരനോട് പോലും അവിടുന്ന് ഉസ്താദ് പറയുന്നത്, മോനെ ഈ പാവപ്പെട്ടവന് വേണ്ടി ദുആ ചെയ്യണേ, ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണേ, അന്ത്യം നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ, അത്തിപ്പറ്റ ഉസ്താദ് പോലും അവിടുന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നത് ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ, എല്ലാവരും ഭയപ്പെട്ടിരുന്നത്, എല്ലാ സ്വാലിഹീങ്ങളും ഭയപ്പെട്ടിരുന്നത് ആഖിബത്ത് എങ്ങനെയാണ്, അന്ത്യം എങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അന്ത്യം നന്നാകണോ? അതാ ഞാനൊരു സൂറത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ അല്ലാഹു നിനക്ക് ഈമാൻ തരുന്നതാണ്, നിന്റെ അന്ത്യം നന്നാകുന്നതാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ സൂറത്ത് നീ പാരായണം ചെയ്യും, നിന്റെ ആഖിബത്ത് നന്നാകും, ഈമാൻ ശരിയാകും. ഈമാൻ ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം റാഹത്തിലാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ ശരിയാകാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ രണ്ട് വള്ളത്തെ ചവിട്ടി അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി ആടി ഒലഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഈമാൻ ശരിയാകാത്തത് കൊണ്ടാ, നമ്മുടെ വിശ്വാസം ശരിയാകാത്തത് കൊണ്ടാ. സമ്പത്തിനെ കുറിച്ച് പറയുമ്പോ എല്ലാരും കേൾക്കും, ഈമാനിനെ കുറിച്ച് പറയുമ്പോ ആരും കേൾക്കില്ല. എടാ, നീ ഈ സൂറത്ത് ഓത്, നിനക്ക് സമ്പത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യും. എടാ, അതിന്റെയൊക്കെ ഏറ്റവും വലിയ അച്ചുതണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഈമാനല്ലേ. അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ ഈമാൻ നിനക്കുണ്ട് എങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. കാരണം എന്താ? നീ ഏത് സമ്പത്ത് മോഹിച്ചു പോയെന്ന് പറഞ്ഞാലും ശരി, ആ സമ്പത്ത് എല്ലാം അള്ളാഹുവിന്റെ ഖജനാവിലാണുള്ളത്. ആ സമ്പത്തിന്റെ എല്ലാം, നീ ആഗ്രഹിക്കുന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിന്റെ എല്ലാം ഖജനാവിന്റെ താക്കോൽ അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു ഗനിയല്ലേ, അള്ളാഹു ഏറ്റവും വലിയ സമ്പന്നനല്ലേ. ആ സമ്പന്നനായ അള്ളാഹുവിന്റെ അടിമകളായ നമ്മള് അള്ളാഹുവിലേക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എന്താ തരാത്തത്? എന്താ തരാത്തത്? എന്ത് വേണമെങ്കിലും തരുമല്ലോ. അപ്പൊ നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം അവിടെ പൂർണ്ണമാകുന്നില്ല. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ റാഹത്തിലായി കടന്നു പോകാത്തത്, അല്ലാതെ കണ്ട് വേറൊന്നുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, റവാഹു അഹ്മദ് വ തിർമിദി അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യനാമു ഹത്താ യഖറഉ അലിഫ് ലാം മീം തൻസീൽ വ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വ ഹുവ ഹദീസുൻ സഹീഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്ത് സജദ പാരായണം ചെയ്യുമായിരുന്നു. അതേപോലെ സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ എന്റെ നീ ഉറങ്ങുന്ന സമയത്തെങ്ങാണ് മരണപ്പെട്ടു പോയാ അല്ലാഹു നിനക്ക് ഈമാൻ നൽകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സൂറത്ത് സജദ നീ പാരായണം ചെയ്യ്, അതേപോലെ സൂറത്തുൽ മുൽക്ക് നീ പാരായണം ചെയ്യ്. വല്ലാത്ത പ്രതിഫലമാൻ കണ്ടോ. കാരണം ഇത് ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്ത് അല്ലാഹുവേ നിന്റെ വിരിപ്പിലേക്ക് പോയി നീ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുകയാണ്. ഇത് നിസ്കരിക്കുന്നവരോടാണ് ഈ പറയുന്നത് കേട്ടോ, നിസ്കരിക്കാത്തവരോടല്ല. നിസ്കരിക്കുന്നവരോടായി പറയുന്നത്, ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരോടായി പറയുന്നത്. ഇനി നന്നാകാൻ ആഗ്രഹമുള്ളവർക്കും ഇതോതാം. നന്നാകാൻ ആഗ്രഹമുള്ളവർ, എടാ എനിക്ക് ഇങ്ങനെ ജീവിച്ചാ പോരാ, വിശുദ്ധ റജബ് മാസവും ശഅബാനും റമദാനും ഒക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി നന്നായേ പറ്റൂ എന്നാഗ്രഹിക്കുന്നവരുണ്ടല്ലോ. അപ്പൊ അവരോടും കൂടിയാണ് പറയുന്നത്. തീരെ നന്നാകാൻ ആഗ്രഹിക്കാതെ നടക്കുന്നവര്, കള്ളം കഞ്ചാവും പെണ്ണുമായി നടന്നുകൊണ്ട് പോകുന്നവര്, അതാണ് ഞങ്ങളുടെ സ്വർഗം, അതാണ് ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പുറംതിരിഞ്ഞ് നടക്കുന്നത്? കാരണം ഇതൊന്നും ഒരു ശാശ്വതമായ ജീവിതമേ അല്ല.
അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ, ഈമാനില്ലാത്തവർക്ക് ഈമാൻ ഉണ്ടാകാൻ, അള്ളാഹുവേ വിശ്വാസമില്ലാതെ കണ്ട് പിന്തിരിഞ്ഞു പോകുന്നവര് അവർക്ക് വിശ്വാസമുണ്ടാകാ. സൂറത്ത് സജദ നിങ്ങൾ പാരായണം ചെയ്തോ, ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ സൂറത്ത് സജദ പാരായണം ചെയ്തോ. ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് വല്ലാത്ത പ്രതിഫലമാ ലഭിക്കുന്നത്, വല്ലാത്ത പ്രതിഫലമാ ലഭിക്കുന്നത്. ഒന്നുപെടുത്തു കൊണ്ടുവന്ന് ഈ സൂറത്തുകൾ ഓതിയിട്ട് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറങ്ങുന്ന സമയത്ത് മലക്കുകളുടെ ഹിഫ്ള് വന്നുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ കാവല് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ശൈത്വാനിയത്തും നിന്നെ പിടികൂടുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ ശൈത്താൻ പിടിക്കുന്നതല്ല. ഈമാൻ പൂർണ്ണമായി മരിക്കാൻ ആഗ്രഹമുള്ളവര് ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോ. അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ നൽകുന്നതാണ്. ആ സമയത്ത് നിങ്ങളുടെ റൂഹങ്ങാണ് അള്ളാഹു പിടിച്ചാൽ നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയാണ് പെണ്ണേ. അല്ലാഹുവേ, രാത്രി കാലങ്ങളിൽ മുഴുവൻ നിന്ന് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാ നിനക്ക് ലഭിക്കുന്നത്. രാത്രിയിൽ നിന്ന് നിസ്കരിച്ച സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമാ നിനക്കുള്ളത്. അല്ലാഹു നിനക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സൂറത്ത് സജദയും സൂറത്തുൽ തബാറക്കയും ഓതുന്നതില് നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആൻ ഓതാൻ ആ സാഹിബുൽ ഖുർആനാകാ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ രണ്ട് സൂറത്തുകൾ മറക്കണ്ട. നമ്മുടെ ആക്കിബത്ത് നന്നാകാൻ മഹാന്മാരെ പഠിപ്പിച്ചു തന്ന സൂറത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയിരുന്ന സൂറത്തുകളാണ് സൂറത്ത് സജദയും സൂറത്തുൽ മുൽക്കും. ഈ രണ്ട് സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തിട്ട് കിടന്നുറങ്ങിയാൽ ആ ഉറക്കത്തിൽ നിങ്ങൾക്ക് വല്ലാത്ത ഗുണങ്ങൾ കിട്ടുന്നതാണ്. മാത്രമല്ല, ഈമാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കും. അവിടുന്ന് എങ്ങാനും മരണപ്പെട്ടു പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടും. അള്ളാഹുവെ, വല്ലാത്ത പ്രതിഫലമുള്ള സൂറത്തുകളാണ്. അതുകൊണ്ട് ഈ സൂറത്തുകളിൽ ഓതാൻ നിങ്ങൾ മറന്നു പോകരുത്. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.